ഇത്രയും മുറിവുകളുള്ളതായിട്ടൊന്നും അറിയില്ല. കുഞ്ഞിന്റെ ശരീരത്തില് പൊള്ളലേറ്റ ഭാഗങ്ങൾ കണ്ടിട്ടുണ്ട്. അല്ല ഇത്രയും മുറിവുകളെ കുറിച്ചൊന്നും അറിയില്ല. ചെറുതായിട്ട് നുള്ളുന്ന അടിക്കുന്ന കണ്ടിട്ടുള്ളതെന്ന് പോലീസിനോടും മീഡിയയോടും പറഞ്ഞിട്ടുണ്ട്. അതിൽ കൂടുതലായിട്ട് നമുക്കറിയില്ല. കൈ പൊട്ടുന്നത് ഞാൻ കണ്ടിട്ടില്ല. സൈക്കിളിൽ നിന്ന് വീഴുന്നതാണെന്ന് പറഞ്ഞുള്ള അറിവ് അത് തന്നെയാണ് ഇപ്പോഴും വിശ്വാസം. അഖില പറഞ്ഞു കേട്ടിട്ടുണ്ട്, തുണി കഴുകാനും കുളിക്കാനൊക്കെ പോകുന്ന സമയത്ത് കുഞ്ഞ് കയറി പോകുന്നുണ്ടെന്ന് കണ്ടതായിട്ടും അവൾ പോയി വിളിച്ചോണ്ട് വന്നതായിട്ടും അടി കൊടുത്തിട്ടുണ്ടെന്നും പറഞ്ഞതായിട്ടുള്ള അറിവുണ്ട്. ആ കുട്ടിയുടെ ഇടയ്ക്കൊക്കെ ഞങ്ങളെ വീട്ടിൽ വന്നിട്ടുണ്ട്. വരുന്നവരെ നമ്മളെ ആട്ടിയിറക്കുന്ന ശീലമില്ല. അതാണ് ഈ കുട്ടിയോടും കാണിക്കാത്തത്. അഖിലയും ഞങ്ങളെ ഇഷ്ടത്തോടെ വന്ന താമസമൊന്നുമല്ല. വന്നു, കുട്ടിയുടെ ചിരിയും കളിയും കണ്ടു. ഞങ്ങൾ അതിന് പറഞ്ഞു വിട്ടില്ല. ഞങ്ങളെ കൂട്ടത്തിൽ ഞങ്ങളെ കുട്ടിയെ പോലെ കണ്ടു. അത്രയേ ഉള്ളൂ. ശരിക്കും അക്ഷർ എങ്ങനെ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടെന്ന് കേട്ടാ നമ്മളറിവില്ല, നമ്മളൊന്നും കണ്ടിട്ടില്ല. ചെറുതായിട്ട് നുള്ളുന്ന അടിക്കുന്ന കണ്ടിട്ടുള്ളതെന്ന് പോലീസിനോടും മീഡിയയോടും പറഞ്ഞിട്ടുണ്ട്. അതിൽ കൂടുതലായിട്ട് നമുക്കറിയില്ല. നമ്മളെ മുമ്പ് വെച്ച് വലുതായിട്ട് ദ്രോഹങ്ങളൊന്നും ചെയ്യണം നമ്മൾ കണ്ടിട്ടുമില്ല. കുഞ്ഞു ചേച്ചി നിങ്ങളെ കൂടെ ആയിരുന്നു? കുഞ്ഞു കൂടെയായിരുന്നു. ശരിക്കും എങ്ങനെയാണ് കൈ പൊട്ടുന്നത്? കൈ പൊട്ടുന്നത് ഞാൻ കണ്ടിട്ടില്ല. സൈക്കിളിൽ നിന്ന് വീഴുന്നതാണെന്ന് പറഞ്ഞുള്ള അറിവ് അത് തന്നെയാണ് ഇപ്പോഴും വിശ്വാസം. അഷ്കറിന്റെ ക്യാരക്ടർ ഇങ്ങനെ മുമ്പ് എന്തെങ്കിലും രീതിയിലുള്ള മാന്യനായിട്ടാണ് പെരുമാറിയിരുന്നത്. വീട്ടിലും വലുതായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും അങ്ങനെയൊന്നുമില്ല. സാധാരണ വീടുകളിൽ ഉണ്ടാകുന്ന പോലെ എന്തെങ്കിലും ചെറിയ കാരണങ്ങൾ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുകൾ ഉണ്ടാകാറുണ്ട്. അല്ലാതെ വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടായിട്ടില്ല. ആദ്യ ഭാര്യ വിവാഹം കഴിഞ്ഞ് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ വിവാഹം നടത്തി വിട്ടത് ഞങ്ങളെ വീട്ടിൽ വെച്ച് തന്നെയായിരുന്നു. വാടക വീട്ടിൽ വെച്ച് ആറ്റുംപുറത്ത്. അത് കഴിഞ്ഞ് അവർ പ്രത്യേകം വീടെടുത്ത് അവർ താമസിപ്പിച്ചിട്ടുണ്ട്. അവിടെയൊന്നും ഞങ്ങൾ പോവാറില്ല. ആ കുട്ടിയുടെ ഇടയ്ക്കൊക്കെ ഞങ്ങളെ വീട്ടിൽ വന്നിട്ടുണ്ട്. വരുന്നവരെ നമ്മളെ ആട്ടിയിറക്കുന്ന ശീലമില്ല. അതാണ് ഈ കുട്ടിയോടും കാണിക്കാത്തത്. അഖിലയും ഞങ്ങളെ ഇഷ്ടത്തോടെ വന്ന താമസമൊന്നുമല്ല. വന്നു, കുട്ടിയുടെ ചിരിയും കളിയും കണ്ടു. ഞങ്ങൾ അതിന് പറഞ്ഞു വിട്ടില്ല. ഞങ്ങളെ കൂട്ടത്തിൽ ഞങ്ങളെ കുട്ടിയെ പോലെ കണ്ടു. അത്രയേ ഉള്ളൂ. ഈ അഖില എങ്ങനെയായിരുന്നു പെരുമാറ്റം, സ്വഭാവ രീതികളൊക്കെ ഞങ്ങളുടെ അടുത്തൊക്കെ നല്ലതുപോലെ ആയിരുന്നു. കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഈ പലതരത്തിലുള്ള ബന്ധങ്ങളുണ്ടെന്നാണ് അഖിലയുടെ ആദ്യ ഭർത്താവിന്റെ അമ്മ പറയുന്നത്. ഞങ്ങൾ ആ വീട്ടിൽ വന്നതിന് ശേഷം ഞങ്ങളൊന്നും കണ്ടിട്ടൊന്നുമില്ല. ഇല്ലാത്ത കാര്യം ഞങ്ങൾ പറയേണ്ട ആവശ്യമില്ല. ശരിക്കും ഇങ്ങനൊരു സംഭവം നടക്കുന്നപ്പോ നിങ്ങൾ അറിഞ്ഞിരുന്നോ ഇങ്ങനെയാണ് ഇത്രയും മുറിവുകൾ ഉണ്ടെന്ന് കുഞ്ഞിന്റെ ശരീരത്തിൽ? ഇത്രയും മുറിവുകളുള്ളതായിട്ടൊന്നും അറിയില്ല. കുഞ്ഞിന്റെ ശരീരത്തില് പൊള്ളലേറ്റ ഭാഗങ്ങൾ കണ്ടിട്ടുണ്ട്. അല്ല ഇത്രയും മുറിവുകളെ കുറിച്ചൊന്നും അറിയില്ല. ആദ്യം അമ്മ പറയുന്നത് കുഞ്ഞിനെ സെൻസൈഡിൽ നിർത്തിയിട്ട് പോകും, ഒറ്റയ്ക്ക് നിർത്തിയിട്ട് പോകുന്നൊക്കെയാണ് ആദ്യം ഭർത്താവിന്റെ അമ്മ പറയുന്നത് അഖിലയുടെ. അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? അങ്ങനെ നിർത്തുന്നത് കണ്ടിട്ടില്ല. അഖില പറഞ്ഞു കേട്ടിട്ടുണ്ട്, തുണി കഴുകാനും കുളിക്കാനൊക്കെ പോകുന്ന സമയത്ത് കുഞ്ഞ് കയറി പോകുന്നുണ്ടെന്ന് കണ്ടതായിട്ടും അവൾ പോയി വിളിച്ചോണ്ട് വന്നതായിട്ടും അടി കൊടുത്തിട്ടുണ്ടെന്നും പറഞ്ഞതായിട്ടുള്ള അറിവുണ്ട്. ഞാൻ കണ്ടിട്ടില്ല. സെൻസൈഡ് നിർത്തിയിട്ട് പോകുന്നുള്ള അറിവില്ല. ഇല്ല, കുഞ്ഞ് കയറിപ്പോയി, അവൾ അവിടെ പോയി പിടിച്ചോണ്ട് വന്നു എന്ന് പറഞ്ഞുള്ള അറിവേ ഉള്ളൂ. ഈ കുഞ്ഞിനെ എന്താണ് ആദ്യ ഭർത്താവിന്റെ അമ്മയ്ക്ക് വിട്ടുകൊടുക്കാത്ത, അല്ലെങ്കിൽ ആ കുടുംബക്കാർക്ക് വിട്ടുകൊടുക്കാൻ ഞങ്ങൾ പറഞ്ഞായിരുന്നു. അവള് വിളിച്ച് സംസാരിച്ചായിരുന്നു. പിന്നീട് അവൾ കൊടുക്കാതെയാണ്. അതിന്റെ കാരണം എന്നോടല്ല, എന്റെ മാതാവിനോട് ചോദിച്ചപ്പോൾ അവള് പറഞ്ഞത് കാരണം എന്ന് വെച്ചാൽ കുഞ്ഞിന്റെ വീട്ടുകാർ, അത് അമ്മയും അതായത് ഈ ഭർത്താവിന്റെ അമ്മയും മറ്റു ബന്ധുക്കളും അവര് പറഞ്ഞു കുഞ്ഞ് അവരത് അല്ലാന്ന് പറഞ്ഞു. അതുകൊണ്ട് വിട്ടുകൊടുക്കില്ല, അതിന്റെ വാശിക്ക് കൊടുക്കില്ല എന്നാണ് പറഞ്ഞതായിട്ട് അറിവ്. അഖിലയ്ക്ക് ഇതിൽ പങ്കുണ്ടെന്ന് തോന്നുന്നുണ്ട്? അതിനെ കുറിച്ചൊന്നും അറിയില്ലല്ലോ. രണ്ടുപേരും ചെറിയ ഉപദ്രവങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, രണ്ടുപേരും ഉപദ്രവിക്കുന്നത് കണ്ടിട്ടുണ്ട്. അത്രയും ഞങ്ങൾക്ക് പറയാൻ കഴിയും. ഇപ്പൊ ആദ്യ ഭാര്യയെ ചമരി പിടിച്ച് അരിച്ചു വന്നു, ഒരുപാട് ഉപദ്രവിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ന്യൂസുകൾ വരുന്നുണ്ട്. മാതാപിതാക്കൾ ബൈറ്റും കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിനെതിരെ കുടുംബത്തിൽ വന്നതിന് ശേഷം അങ്ങനെ അഷ്കറിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എന്റെ മുന്നിൽ വെച്ച് അങ്ങനെ കണ്ടിട്ട്, ഞാൻ പറഞ്ഞു കുട്ടിയും ഈ അഷ്കറും പ്രത്യേകമാണ് താമസിക്കുന്നത്. അപ്പൊ ഞങ്ങളെ മുമ്പിൽ വെച്ച് ഈ കുട്ടിയെ നല്ല ഒരു പിഞ്ചു കുഞ്ഞിനെ വലിയവരെ ആരെയായാലും ഞങ്ങൾ ഉപദ്രവിക്കാൻ സമ്മതിക്കത്തുമില്ല, നമ്മൾ ചെയ്യത്തുമില്ല. ഞങ്ങളും ചെയ്തിട്ടില്ല. നമ്മളെ മുന്നിൽ വെച്ച് ആരും അങ്ങനെ ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല. നമ്മൾ കണ്ടിട്ടുമില്ല. കണ്ട കാര്യങ്ങൾ മാത്രമേ പറയാൻ കഴിയുള്ളൂ.